ഒരു ട്രോൾ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയെ കേന്ദ്രീകരിച്ച് ആരാണ് ആ എഡിറ്റിംഗ് നിർവഹിച്ചാലും അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാര്യം എന്തെന്നാൽ എന്താണ് ആ വീഡിയോയിലൂടെ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാരോ സംഘികളോ ആയിക്കോട്ടെ ഈ സർക്കാരിനെ കുറ്റം പറയുന്നവരുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ആ ഒരു വിഷയത്തിൽ കാണാം. കാര്യം അവരോട് കൃത്യമായിട്ട് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരിക്കുക, അതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സ്മൃതി പരുത്തിക്കാടിനെ വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത അത് ഗംഭീര സാധനമാണെന്ന് പറയാതിരിക്കുന്നത് പറ്റില്ല. കാര്യം ഇപ്പോൾ ഈ സ്മൃതി പരുത്തിക്കാടെന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എന്തിൻ്റെ പ്രതീകമായിട്ട് കാണാം? കോൺഗ്രസ്സുകാരുടെ ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ കോൺഗ്രസ്, ഒരു സംഘി, ഒരു ടിപ്പിക്കൽ എന്താണോ അതായിട്ട് തന്നെ നമുക്ക് കാണാം. അങ്ങനെയുള്ള വ്യക്തിയോട് നമ്മൾ നേരിട്ട് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ ഭരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഇന്നലത്തെ അവരുടെ പരിപാടിയിൽ കൃത്യമായി വെളിവായി. അത് കണ്ടിട്ട് നിങ്ങൾ പറയൂ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചോദിച്ചാൽ ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു. സ്മൃതിയുടെ അഭിപ്രായത്തിൽ UDF-ന്റെ കാലത്തായിരുന്നോ സ്വർഗം? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. സർക്കാരിനേക്കാൾ മികച്ച സർക്കാരായിരിക്കും വരാൻ പോകുന്നതെന്ന് കരുതി ഒരു വോട്ട് കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. പിന്നെ ഏത് സർക്കാരിനെ, ഒരു കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമുണ്ട്. സ്മൃതിയുടെ ഒറ്റ ചോദ്യമേ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെയോ രണ്ടാം പിണറായി സർക്കാരിന്റെയോ ഭരണത്തോട് കിടപിടിക്കാവുന്ന ഒരു കോൺഗ്രസ് സർക്കാരിന്റെ കാലം പറയും. കർണാടകയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കേരളത്തിൽ എത്ര വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നത്, എനിക്കിത് പറഞ്ഞു പറ്റും. ഇപ്പോ സ്മൃതി പറഞ്ഞ കർണാടകയിലെ കാര്യമുണ്ടല്ലോ, കർണാടകയിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച്? കേരളം ആരോഗ്യ മേഖല മാതൃകയാണ് എന്ന്. അല്ല സാർ, ഇതൊന്ന് കേട്ടോ, ഒറ്റ മിനിറ്റ്. എന്താണത്? ഒരു മിനിറ്റ്. Education, Kerala is number 1. കേട്ടാന്നേ അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾ സംസാരിക്കൂ. ഞാനിതല്ല സംസാരിക്കുന്നത്. ഞാനില്ല.